എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2025 പ്രവേശന പരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന കാര്യമാണ്, വിദ്യാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗിനും ഫാർമസിക്കും ഇവ രണ്ടിനും അപേക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഈ അഡ്മിറ്റ് കാർഡ് ലഭിച്ച സമയത്ത് എഞ്ചിനീയറിംഗിൻ്റെ പരീക്ഷ മാത്രമേ അതിൽ കാണിക്കുന്നുള്ളൂ, ഫാർമസിയുടേത് കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ ഈ എഞ്ചിനീയറിംഗിന് അപേക്ഷിച്ചിട്ടുണ്ട്, അതുപോലെ ഫാർമസിക്കും അപേക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിൽ വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിദ്യാർത്ഥികളും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ മെഡിക്കൽ അലൈഡ് കോഴ്സസിനും മെഡിക്കൽ കോഴ്സിനും ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സിനും അപേക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കീമിന് ഇതിന് പരീക്ഷയില്ലേ? എങ്ങനെയാണ് ഈ ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള അഡ്മിഷനും അതുപോലെ തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കും മെഡിക്കൽ കോഴ്സുകളിലേക്കുമുള്ള അപേക്ഷ ഓപ്ഷൻ സമർപ്പിച്ച വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ എഞ്ചിനീയറിംഗ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് എല്ലാവിധ സംശയങ്ങളും ഈ വീഡിയോ വഴി തന്നെ സിമ്പിളായിട്ട് തന്നെ മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഫാർമസി പരീക്ഷ മാത്രമാണോ ഉള്ളൂ, മറ്റ് പരീക്ഷകൾ ഇല്ലേ എന്നുള്ള സംശയത്തിനുള്ള ഉത്തരം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ രീതിയിലായിരിക്കും നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന ഓപ്ഷനല്ല എഞ്ചിനീയറിംഗിനും അതുപോലെ തന്നെ ഫാർമസി, മെഡിക്കൽ അലൈഡ് കോഴ്സസ്, ആർക്കിടെക്ചർ കോഴ്സസ് എന്നിങ്ങനെയുള്ള കോഴ്സുകൾക്ക് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഏത് കോഴ്സുകളാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നിങ്ങൾ ഈ രീതിയിൽ, അതായത് നിങ്ങൾ ഈ എഞ്ചിനീയറിംഗിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും, അതുപോലെ ചില വിദ്യാർത്ഥികൾ ഫാർമസി ഓപ്ഷൻ നൽകിയിട്ടുണ്ടാകും. അതായത് ഇതുപോലെ ഒരു ബോക്സ് കണ്ടിട്ടുണ്ടാകും, അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട കോഴ്സിൻ്റെ നേരെ അതായത് ആ ചെക്ക് ബോക്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അത് ടിക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ പല വിദ്യാർത്ഥികളും പല കോഴ്സുകളായിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ കോഴ്സ് സെലക്ട് ചെയ്ത വിദ്യാർത്ഥികൾക്ക് ആർക്കൊക്കെയാണ് ഈ എഞ്ചിനീയറിംഗ് ഫാർമസി പരീക്ഷ ആയിട്ടുള്ള ഈ കീമിൻ്റെ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ ഈ അപേക്ഷ സമർപ്പിച്ച സമയത്ത് നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് കോഴ്സ് ഓപ്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നൽകിയിട്ടുണ്ടാകും. അതിൽ നിങ്ങൾ ഏതൊക്കെ കോഴ്സുകൾക്കാണ് ഈ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്, അത് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഓപ്ഷൻ ആ കോഴ്സ് ഓപ്റ്റഡിൽ ഉണ്ടാവും. ഫാർമസി ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഫാർമസി ഓപ്ഷൻ അതിലുണ്ടാവും. അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് എന്നുള്ള ആ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ആ ഓപ്ഷൻ ലിസ്റ്റിലുണ്ടാവും. ആർക്കിടെക്ചർ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കോഴ്സ് കൂടി നിങ്ങളുടെ ലിസ്റ്റിലുണ്ടാവും. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളായിരുന്നോ നിങ്ങൾ ആ സമയത്ത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, ആ കോഴ്സുകൾ കോഴ്സ് ഓപ്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആ ലിസ്റ്റിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഈ കീമിൻ്റെ അഡ്മിറ്റ് കാർഡ് കിട്ടുക എന്ന് നോക്കാം. നിങ്ങൾക്ക് കീമിൻ്റെ അഡ്മിറ്റ് കാർഡ് കിട്ടുന്നത് ഈ നിങ്ങൾ ഓപ്ഷൻ സെലക്ട് ചെയ്തതിൽ നിന്ന് നിങ്ങൾ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്തവരും ഫാർമസി സെലക്ട് ചെയ്തവരും, അതായത് ഈ രണ്ട് ഓപ്ഷനുകൾ ഏതെങ്കിലോ അല്ലെങ്കിൽ ഇവ രണ്ടുമോ സെലക്ട് ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് കീമിൻ്റെ എഞ്ചിനീയറിംഗ് ഫാർമസി പരീക്ഷയിൽ ഈ അഡ്മിറ്റ് കാർഡ് കിട്ടുള്ളൂ. ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ അഡ്മിറ്റ് കാർഡ് കീമിൻ്റെ അഡ്മിറ്റ് കാർഡ് കിട്ടില്ല, അതായത് ഈ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് ഉണ്ട്, അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കോഴ്സുകൾ സെലക്ട് ചെയ്തവർക്ക് എപ്പോഴാണ് അഡ്മിറ്റ് കാർഡ് കിട്ടുക, അല്ലെങ്കിൽ അവർക്ക് ഏത് പരീക്ഷയാണ് എന്നുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ കാര്യം നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ നിങ്ങൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് മാത്രം സെലക്ട് ചെയ്ത വിദ്യാർത്ഥികളുണ്ടാവും, അല്ലെങ്കിൽ മറ്റ് കോഴ്സുകളോടൊപ്പം മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് സെലക്ട് ചെയ്ത വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ ഈ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് സെലക്ട് ചെയ്ത വിദ്യാർത്ഥികൾ എഴുതേണ്ട പരീക്ഷയാണ് ഈ നീറ്റ് പരീക്ഷ, അതായത് നീറ്റ് UG 2025 പരീക്ഷ, അതായത് മെയ് 4-ാം തീയതി നടക്കുന്ന നീറ്റിൻ്റെ പരീക്ഷ എഴുതേണ്ടതായിട്ടുണ്ട്. പിന്നീട് നീറ്റിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് ആ റിസൾട്ട് നിങ്ങൾ കീമിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ആ സമയത്ത് ആ വിദ്യാർത്ഥികൾ ഈ കീമിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ നീറ്റിൻ്റെ സ്കോർ അപ്ലോഡ് ചെയ്ത് നൽകുകയാണ് വേണ്ടത്. മെഡിക്കൽ കോഴ്സുകളിലേക്കും അതുപോലെ തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുമുള്ള അഡ്മിഷൻ നടത്തുന്നത് നിങ്ങളുടെ നീറ്റ് UG 2025 സ്കോർ അനുസരിച്ചിട്ടാണ്. ഈ സ്കോർ ആരൊക്കെയാണ് അപ്ലോഡ് ചെയ്ത് കീമിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്, ആ വിദ്യാർത്ഥികൾക്കാണ് പിന്നീട് കോളേജ് കോഴ്സ് ഓപ്ഷനുകൾ നൽകാനുള്ള സൗകര്യം ഉണ്ടാവുകയുള്ളൂ. കാരണം ഈ നീറ്റിൻ്റെ ആ മാർക്ക് വെച്ചിട്ടാണ് കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ്, അതായത് മെഡിക്കൽ കോഴ്സസും അതോടൊപ്പം തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സസും സെലക്ട് ചെയ്ത വിദ്യാർത്ഥികൾ എഴുതിയിരിക്കേണ്ട പരീക്ഷയാണ് നീറ്റ് UG 2025 പരീക്ഷ എന്ന് പറയുന്നത്. മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്ക് അതായത് മെഡിക്കൽ കോഴ്സും അതുപോലെ തന്നെ അലൈഡ് കോഴ്സസും ഉൾപ്പെടുന്നതാണ് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോഴ്സ് സെലക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ കോഴ്സ് മാത്രം സെലക്ട് ചെയ്ത വിദ്യാർത്ഥികളുണ്ടാവും, അല്ലെങ്കിൽ മറ്റ് കോഴ്സുകളോടൊപ്പം ഈ ഓപ്ഷൻ നൽകിയ വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നീറ്റ് UG 2025 പരീക്ഷ എഴുതുകയും അതിൽ ക്വാളിഫൈ ആവുകയും പിന്നീട് അതിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയത്ത് കീമിൻ്റെ വെബ്സൈറ്റിൽ ആ നീറ്റിൻ്റെ മാർക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകുകയും ആ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയ ശേഷം പിന്നീട് നിങ്ങൾക്ക് കോളേജ് കോഴ്സുകൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള
അവസരമുണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. ഇനി ആർക്കിടെക്ചർ കോഴ്സിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ മെഡിക്കൽ കോഴ്സസിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ മെഡിക്കൽ അലൈഡ് കോഴ്സസിൻ്റെ കാര്യവും പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ആർക്കിടെക്ചർ കോഴ്സിൻ്റെ പറയാം. ആർക്കിടെക്ചർ കോഴ്സിലും കീമിന് പ്രത്യേകിച്ച് പരീക്ഷയില്ല. നിങ്ങൾക്ക് നാറ്റ എക്സാമിനേഷൻ, അതായത് നാറ്റ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ ആർക്കിടെക്ചർ എന്നുള്ളതാണ്. അതായത് ആർക്കിടെക്ചറിൻ്റെ യോഗ്യതാ പരീക്ഷയാണ് നാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നാറ്റ പരീക്ഷയിൽ നിങ്ങൾ ക്വാളിഫൈ ആവുകയും അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ സ്കോർ ആർക്കിടെക്ചറിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്തേക്ക്, അതായത് ഈ ഒരു കീമിൻ്റെ റിസൾട്ട്, നീറ്റിൻ്റെ റിസൾട്ട് വരുന്ന സമയത്തൊക്കെയാണ് ഈ ഒരു നാറ്റയുടെയും റിസൾട്ട് വരാറുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ആർക്കിടെക്ചറിൻ്റെ ആ ഒരു മാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ സ്കോർ നിങ്ങൾ കീമിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും അപ്പോൾ നിങ്ങളുടെ ആ ഒരു നാറ്റയുടെ സ്കോറും അതുപോലെ നിങ്ങളുടെ +2 സ്കോറും കൂടി ഒരു നിശ്ചിത അനുപാതത്തിൽ എടുത്തുകൊണ്ട് ആ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട്, അതായത് ഓരോ വർഷം അതിനനുസരിച്ചുള്ള നിബന്ധന അനുസരിച്ചിട്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ഒരു ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കപ്പെടുന്നത് നാറ്റയുടെ സ്കോർ അനുസരിച്ചിട്ടാണ്. കീമിൽ ആർക്കിടെക്ചറിന് പരീക്ഷയില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മെഡിക്കൽ കോഴ്സസ് അതുപോലെ തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള അഡ്മിഷൻ നടത്തുന്നത് നീറ്റ് UG 2025 പരീക്ഷയുടെ മാത്രം സ്കോറിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. കീമിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്ക് നീറ്റ് UG 2025 റിസൾട്ട് വന്ന ശേഷം കീമിൽ ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് അവസരം നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആർക്കിടെക്ചർ കോഴ്സിലേക്ക് വിദ്യാർത്ഥികൾക്ക് നാറ്റയുടെ സ്കോർ അനുസരിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ നൽകുന്നത്. അപ്പോൾ ഈ ഒരു നാറ്റയുടെ സ്കോർ നിങ്ങൾ ആ ഒരു സമയത്ത് അപ്ലോഡ് ചെയ്ത് നൽകിയാൽ മതിയാകും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്, എഞ്ചിനീയറിംഗ് കോഴ്സിന് അപേക്ഷിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഫാർമസി കോഴ്സിനും അപേക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ വിദ്യാർത്ഥികളുടെ ഈ ഒരു അഡ്മിറ്റ് കാർഡിൽ, അതായത് ഹോൾ ടിക്കറ്റിൽ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് എഞ്ചിനീയറിംഗിൻ്റെ പരീക്ഷ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഫാർമസിയുടെ പരീക്ഷയുടെ ആ ഒരു ഡീറ്റെയിൽസ് ഒന്നും കാണിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ എന്താണ് ഇതിന് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, എഞ്ചിനീയറിംഗിനും ഫാർമസിക്കും നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു അഡ്മിറ്റ് കാർഡിൽ എഞ്ചിനീയറിംഗിൻ്റെ ആ ഒരു എക്സാം ടൈമാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിനനുസരിച്ച് പോയിട്ട് നിങ്ങൾ പരീക്ഷ എഴുതുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് അറിയാം, ഈ ഒരു ഫാർമസിയുടെ ആ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഈ ഒരു കീം പരീക്ഷയിലെ ഫിസിക്സ് അതുപോലെ കെമിസ്ട്രി എന്നിവയുടെ മാർക്കിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. എന്നാൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അതോടൊപ്പം തന്നെ മാത്സ് കൂടി ഈ ഒരു കീമിൻ്റെ പരീക്ഷയിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്സിൻ്റെയും മാർക്ക് സെപ്പറേറ്റ് ആയിട്ട് സിസ്റ്റം രേഖപ്പെടുത്തുകയും അത് പിന്നീട്, അതായത് എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ നിങ്ങൾ ഫാർമസിക്ക് കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാർക്ക് ഈ ഒരു അതായത് സിസ്റ്റം ഓൾറെഡി സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഫിസിക്സ് കെമിസ്ട്രി എന്നിവയുടെ മാർക്ക് ഫാർമസിയുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് പരിഗണിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗിനും ഫാർമസിക്കും അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എഞ്ചിനീയറിംഗ് പരീക്ഷയുടെ എക്സാം ടൈം മാത്രം അതിൽ കാണിച്ചിട്ടുള്ളത്. ഫാർമസിക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു എക്സാമിൻ്റെ, അതായത് 2 എക്സാമിൻ്റെ കാര്യം കാണിക്കാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ ഒരു അഡ്മിറ്റ് കാർഡിൽ എഞ്ചിനീയറിംഗിൻ്റെ ആ ഒരു സമയം കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാർമസിക്കും എഞ്ചിനീയറിംഗിനും അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് ഒരു പരീക്ഷ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് എഞ്ചിനീയറിംഗ് പരീക്ഷയാണ്. അതിലെ മാർക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് അത് ഫാർമസി കോഴ്സിലേക്ക് വേണ്ടി എടുക്കുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഫാർമസിക്ക് നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഫാർമസിക്കായിട്ട് സെപ്പറേറ്റ് പരീക്ഷയാണ്. അപ്പോൾ ആ ഒരു പരീക്ഷ നിങ്ങൾക്ക്, അതായത് ഈ ഒരു 24-ാം തീയതിയും 29-ാം തീയതിയുമാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു ഡേറ്റിൽ ഏതെങ്കിലും സെഷനിലായിട്ട് നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഫാർമസിക്ക് ഫിസിക്സ് കെമിസ്ട്രി എന്നിവയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. നന്നായിട്ട് പഠിക്കുക. കാരണം ഫാർമസി കോഴ്സിന് കീമിൻ്റെ മാർക്ക് മാത്രമേ പരിഗണിക്കുള്ളൂ. അതായത് ഫാർമസി കോഴ്സിൽ അലോട്ട്മെൻറ്റ് നടത്തുന്നത് നിങ്ങൾക്ക് കീമിൻ്റെ പരീക്ഷയിൽ ഫിസിക്സ് കെമിസ്ട്രി എന്നീ സബ്ജക്റ്റുകളുടെ ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു സെഷനിൽ ലഭിക്കുന്ന മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതിന് ഫാർമസി കോഴ്സിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രിപ്പറേഷന് +2 സ്കോർ പരിഗണിക്കുന്നതല്ല. അതേസമയം എഞ്ചിനീയറിംഗ് കോഴ്സ് ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അത് നിങ്ങളുടെ +2 ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെയും അതുപോലെ കീമിലെ ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെയും 2 മാർക്കുകൾ 50-50 അനുപാതത്തിൽ എടുത്തുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്, വിദ്യാർത്ഥികൾ ഈ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സിന് അപേക്ഷിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഫാർമസി കോഴ്സിനും അപേക്ഷിച്ചിട്ടുണ്ട്, എന്നാൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കീമിൻ്റെ എഞ്ചിനീയറിംഗിനും അപേക്ഷിച്ചു, അതുപോലെ തന്നെ ഫാർമസി കോഴ്സിനും അപേക്ഷിച്ചു, എന്നാൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടില്ല, അതായത് അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ എഞ്ചിനീയറിംഗിനും അപേക്ഷിച്ചിട്ടുണ്ട്, ഫാർമസി കോഴ്സും ഓപ്ഷനായിട്ട് നൽകിയിട്ടുണ്ട്, എന്നാൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുക. അതായത് ലോഗിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം.
അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങൾ കീമിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആക്സസ് കോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു സ്ക്രീനിൽ കാണുന്ന കുറച്ച് നമ്പേഴ്സ് നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിൽ, അത് നിങ്ങൾ ലോഗിൻ ചെയ്യാൻ പോകുന്ന ആ ഒരു പേജിൽ നിങ്ങൾക്ക് ഏത് നമ്പറാണോ കാണുന്നത് അതാണ് ആക്സസ് കോഡ്. അത് നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിൽ മെമോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. മെമോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷയിൽ നിങ്ങൾ അപേക്ഷ നൽകിയ സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പരിഹരിക്കാത്തത് കാരണം വന്ന മെമോ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു മെമോ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മെമോ ഡീറ്റെയിൽസിൽ സാധാരണ ഇപ്പോൾ വരുന്ന എറേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയി, അതല്ലെങ്കിൽ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഫോട്ടോ അതല്ലെങ്കിൽ സിഗ്നേച്ചർ നിങ്ങൾ അപ്ലോഡ് ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ വിദ്യാർത്ഥികൾ കോഴ്സ് കൂട്ടിച്ചേർക്കാനായിട്ട് നിങ്ങൾക്ക് മുമ്പ് അവസരം നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോഴ്സ് കൂട്ടിച്ചേർത്ത സമയത്ത് വിദ്യാർത്ഥികൾ ഏതെങ്കിലും കോഴ്സ് അധികമായിട്ട് ആഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ ഫീസ് നിങ്ങൾ അടക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഫീസ് അടക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ അങ്ങനെയൊക്കെ എറേഴ്സ് വരാം. അപ്പോൾ മെമോ ഡീറ്റെയിൽസിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, അത് പ്രകാരമുള്ള എറേഴ്സ് എന്താണ്, അത് വിദ്യാർത്ഥികൾ ഈ ഒരു ഏപ്രിൽ 21-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പ് തന്നെ പരിഹരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കീം പരീക്ഷയുമായി ബന്ധപ്പെട്ട് എല്ലാവിധ സംശയങ്ങളും മാറിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗ് കോഴ്സിനും ഫാർമസി കോഴ്സിനും ഓപ്ഷൻ നൽകിയിട്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും മെമോ ഡീറ്റെയിൽസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും മെമോ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ് PDF രൂപത്തിൽ അപ്ലോഡ് ചെയ്ത് നൽകുകയും ഫീ പേയ്മെൻറ്റിൻ്റെ കാര്യമാണെങ്കിൽ ആ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ലഭ്യമാകുന്നതാണ്. ഈ ഒരു ഫീ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് മെമോ ഡീറ്റെയിൽസ് ഒന്നുമില്ല, അങ്ങനെയാണെങ്കിൽ വിദ്യാർത്ഥികൾ CE ഓഫീസുമായി കോൺടാക്ട് ചെയ്യേണ്ടതാണ്. CE ഓഫീസുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് പരിഹരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി പരീക്ഷ നടക്കുന്നത് എഞ്ചിനീയറിംഗ് പരീക്ഷ 23, 25, 26, 27, 28, 29 തീയതികളിലും ഫാർമസി പരീക്ഷ 24, 29 തീയതികളിലുമായിട്ട് നടക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ കൃത്യസമയം നോക്കിയിട്ട് നിങ്ങളുടെ എക്സാം സമയം എപ്പോഴാണ്, റിപ്പോർട്ടിംഗ് സമയം എപ്പോഴാണ്, അതിന് 2 മണിക്കൂർ മുമ്പ് എത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ